എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. രേവതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. രേവതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Queen of Wands, Four of Wands, Judgment, Ace of Cups, Wheel of Fortune, ലാസ്റ്റ് കാർഡ് വന്നിട്ട് 7 of Pentacles. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ആദ്യം തന്നെ ക്യൂൻ ഓഫ് ഫോൺസ് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് വളരെ നല്ല സമയമാണ് ഈ ഒരു മാസം. കരിയറിൽ ഉയർച്ച ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് വളരെ ഹാപ്പി ആയിട്ടുള്ള വളരെ സന്തോഷവതിയായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളെ ഒരു മാസം വളരെ പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്ന സമയമാണ്. നിങ്ങളെക്കുറിച്ചിട്ട് തന്നെ നിങ്ങൾക്കൊരു ഫീൽ ഗുഡ് തോന്നുന്നൊരു സമയമാണെന്ന് പറയാം. ജോലി സംബന്ധമായിട്ട് നല്ല വലിയ ഉയർച്ചയിലേക്ക് പോകുന്നുണ്ട്. ബാങ്കിലൊക്കെ ജോലി, ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ജോലികളിൽ, പ്രത്യേകിച്ച് ബാങ്കിൽ ജോലി ചെയ്യുന്നവർ, അക്കൗണ്ടൻസും CA അതുപോലുള്ളവർ, അവരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കരിയറിൽ പുതിയ അച്ചീവ്മെൻ്റ് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ അതേപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, അതായത് പ്രത്യേകിച്ച് ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ CAക്ക് എഴുതുന്നവരാണെങ്കിൽ അതിന് വിജയസാധ്യത കൂടുതലുള്ള സമയമാണ്. അപ്പോൾ അല്ലെങ്കിൽ എഴുതിയിട്ട് റിസൾട്ട് കാത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ പോസിറ്റീവായിട്ട്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും എക്സാംസോ എന്തെങ്കിലും മത്സര പരീക്ഷകൾ ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടോ മറ്റു തലത്തിലൊക്കെ ഉണ്ടെങ്കിൽ അതിന് സാധ്യതകൾ ഏറി നിൽക്കുന്ന സമയമാണ്. പൊതുവേ സാമ്പത്തിക നേട്ടം തരുന്ന സമയമാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ ഒത്തിരി സാധ്യതകൾ ഉണ്ടാകുന്നുണ്ട്. ബിസിനസ് കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പറ്റിയൊരു സമയമാണ്. ഇപ്പോൾ ഉള്ള ബിസിനസ് ആണെങ്കിൽ ബിസിനസ്സിൽ വലിയ നഷ്ടങ്ങളൊന്നും ഇല്ല, ചെറിയ രീതിയിൽ തരക്കേടില്ലാതെ പോകുന്നവരെ സംബന്ധിച്ച് ഈ ഒരു മാസം ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ സമയമാണ്. പുതിയ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ, നിങ്ങൾ പുതിയ കൊളാബറേഷനൊക്കെ തുടങ്ങാൻ പറ്റും, മറ്റുള്ളവരുമായിട്ട് ചേർക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയിട്ടാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ജോലി സംബന്ധമായിട്ട് ഇപ്പം ജോലിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കൂടിയും സൈഡായിട്ട് ബിസിനസ് തുടങ്ങാൻ പറ്റിയ സമയമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ബിസിനസ്സിൽ വലിയൊരു ബിസിനസ്സിനെ കുറിച്ച് വലിയ ധാരണയില്ലാത്ത ആളുകൾ പാർട്ട്ണർഷിപ്പിൽ അല്ലെങ്കിൽ സൈലൻറ്റ് പാർട്ട്ണറായിട്ടൊക്കെ എന്തിൻ്റെയെങ്കിലും ബിസിനസ്സിൻ്റെ ഭാഗമൊക്കെ ആവാനൊക്കെ പറ്റിയ സമയമാണ്. അതേപോലെ തന്നെ ജോലിയുള്ളവർ സൈഡായിട്ട് ബിസിനസ്സുമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും ഉള്ളൊരു അവസരം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ 4 of Wands ആൻഡ് Ace of Cups എനർജിയാണ്. വീട്, കുടുംബം, നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് വളരെ പോസിറ്റീവായിട്ടുള്ള സമയമാണ്. പേഴ്സണൽ ലൈഫ് എന്ന് പറയുമ്പോൾ കുടുംബാന്തരീക്ഷത്തിൽ ഒത്തിരി സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അടുത്തിടയ്ക്ക് കുടുംബത്തിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. സാമ്പത്തികമായിട്ട് കുറച്ച് പുറകോട്ടേക്ക് നിൽക്കുന്നത് ഉള്ളത് കൊണ്ട് വീട്ടിൽ ചെറിയ പ്രശ്നങ്ങൾ നടക്കുന്നു. ചില ആളുകളെ സംബന്ധിച്ച് സമ്പത്ത് അല്ലെങ്കിൽ സാമ്പത്തികം വലിയൊരു ഘടകമാണ് കുടുംബാന്തരീക്ഷത്തിൽ സന്തോഷം നിലനിൽക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളവരെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്നു. അതേപോലെ കുടുംബാന്തരീക്ഷത്തിൽ നല്ലൊരു സ്വരച്ചേർച്ച ഉണ്ടാകുന്ന സമയമാണെന്ന് പറയാം. ഫാമിലി എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടുള്ളൊരു സമയമാണ്. അതേപോലെ വൈകാരികമായിട്ട് ഒത്തിരി ഇമോഷണലി മെൻ്റലി നല്ല തൃപ്തികരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. അതേപോലെ തന്നെ മറ്റ് സഹജീവികളോടുള്ള സ്നേഹവും കാരുണ്യമൊക്കെ കാണിക്കാൻ, മനസ്സുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് പക്ഷേ നിങ്ങൾക്ക് അതിന് അവസരം ലഭിച്ചിട്ടില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടോ അല്ലാതെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു അവസരം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ലൈഫിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ച്. അതേപോലെ വീട് കാര്യങ്ങൾ, അപ്പോൾ വീടെന്ന് പറയുമ്പോൾ നിങ്ങൾ പുതിയ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക്, സ്ഥലം വാങ്ങിച്ച് വീട് വയ്ക്കുന്നത്, അങ്ങനെയുള്ളവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സാധ്യത നൽകുന്ന സമയമാണ്. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിൻ്റെ ഒരു സന്തോഷവും തൃപ്തിയും കാര്യങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്.
കൂടിച്ചേരലിൻ്റെ, അതായത് റീയൂണിയൻ്റെ സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. അതൊരു പക്ഷേ കുടുംബത്തിലായിരിക്കാം, ആരുടെയെങ്കിലും വിവാഹം മറ്റു കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഫാമിലി ഒരുമിച്ച് കൂടുന്നത്, ഒത്തുചേരുന്നതിൻ്റെ ഒരു സാഹചര്യമായിരിക്കാം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. അല്ലാതെ ചില ആളുകളെ സംബന്ധിച്ച് ചിലപ്പോൾ സ്കൂൾ കോളേജ് റീയൂണിയൻ്റെ ഒക്കെ ഭാഗം അതിൻ്റെയൊക്കെ സാധ്യതയായിരിക്കും സൂചിപ്പിക്കുന്നത്. ചില ആളുകൾ വിദേശത്ത് ഉള്ളവർ നാട്ടിലേക്ക് വരുന്നതും പഴയകാല സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുമുട്ടുന്നതും അങ്ങനെയുള്ളൊരു റീയൂണിയൻ സിറ്റുവേഷൻ ആവാം. മറ്റു ചിലരെ സംബന്ധിച്ച് നിങ്ങൾ വിദേശത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും യാത്ര പോകുന്നുണ്ട്, നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളെ കാണുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള യാത്രകളാവും. സൗഹൃദ കൂട്ടായ്മയുടെ ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതുമായിട്ട് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. ആഘോഷങ്ങളുടെ, അതേപോലെ ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ, അങ്ങനെയുള്ള ഒരുമിച്ച് കൂടി ചേർന്നിട്ടുള്ള ഒരു സന്തോഷം ആഘോഷിക്കുന്നതിൻ്റെ, പിറന്നാളുകൾ അല്ലെങ്കിൽ ആഘോഷങ്ങൾ, അതിൻ്റെയൊക്കെ സമയമാണ് സൂചിപ്പിക്കുന്നത്. ഉത്സവങ്ങളുടെ സമയം എന്നുള്ള രീതിയിൽ പറയാം. അതേപോലെ ജഡ്ജ്മെൻറ്റ് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ എനർജിയാണ് ഈ ഒരു സമയം എന്ന് പറയാം, ജഡ്ജ്മെൻ്റ് സമയം എന്ന് പറയാം. അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നൊരു സമയമാണ്. നിങ്ങൾ ശരിക്കും എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ശരിക്കും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു ഇതിലേക്ക്, അതായത് ഒരു സെൽഫ് റിയലൈസേഷൻ്റെ സമയമാണ്. നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ഓൾറെഡി നല്ലൊരു ജോലിയിൽ നിൽക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ സെറ്റിലായി എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതായത് നല്ലൊരു വീട്, നല്ലൊരു ജോലി, നല്ല സാഹചര്യങ്ങളും ആ ഒരു ഇതിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സെൽഫ് റിയലൈസേഷൻ ഉണ്ടാവുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പേർപ്പസ് എന്താണെന്നുള്ളത്, ഈ ഒരു ഫീൽഡ്, ഈ ഒരു ജോലി, അല്ലെങ്കിൽ ഈ ഒരു മേഖല, അല്ലെങ്കിൽ ഈ ഒരു ചില കാര്യങ്ങൾ, അതല്ല എനിക്ക് വേണ്ടിയിരുന്നത് ഒരു ജീവിതത്തിൽ. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയല്ല ജീവിതം മുന്നോട്ടേക്ക് പോകേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. ചിലപ്പോൾ ജീവിതത്തിൻ്റെ സുഖലോലുപതയിൽ മുങ്ങിക്കഴിയുന്നതായിരിക്കാം, ഇതാണ് സന്തോഷം എന്നായിരിക്കും നിങ്ങൾ കരുതിയിട്ടുണ്ടാവുക. പക്ഷെ അതല്ല നിങ്ങളുടെ യഥാർത്ഥ സന്തോഷം എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നതായിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കും ഇതുവരെ ജീവിച്ചിട്ടുണ്ടാവാം. അങ്ങനെയുള്ളവർ സ്വന്തം ഇഷ്ടത്തിന് അല്ലെങ്കിൽ സ്വയം സ്നേഹിക്കാൻ തുടങ്ങുകയാണ്, നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങുകയാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ആത്മീയതയിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുന്നൊരു സാഹചര്യമായിരിക്കാം. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ സമീപനം മാറുന്നുണ്ടാവും. നിങ്ങൾ മറ്റുള്ളവരെ, നിങ്ങളുടെ ഉള്ളിൽ വിദ്വേഷവും ദേഷ്യവും ഒക്കെ മറ്റുള്ളവരോട് ഉണ്ട് എങ്കിൽ, അതായത് ചില ആളുകൾക്ക് ദേഷ്യം ഉണ്ടാകും, പക്ഷെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ മാറുന്നുണ്ട്, നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കുന്നു, അങ്ങനെയുള്ള ദേഷ്യവും ചിന്തയൊന്നും മനസ്സിലുണ്ടാകുന്നില്ല, ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നു എന്നുള്ളത്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് ഒരേ സമയം നിങ്ങൾ ആത്മീയതയെ, സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കുമ്പോഴും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ തുടർന്നു കൊണ്ടുപോകാനും പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കരിയർ വൈസ് നിങ്ങളുടെ ജോലി കാര്യങ്ങൾ തുടർന്നു കൊണ്ടുപോകുമ്പോൾ സൈഡിൽ നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫ്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫ്, നിങ്ങളുടെ സോഷ്യൽ ലൈഫ് എല്ലാം ബാലൻസ് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നൊരു മാസമായിരിക്കും ഈ ഒരു മാസം എന്ന് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 4 ഓഫ് വോൺസ് ആൻഡ് 7 ഓഫ് പെൻറ്റിക്കിൾസ് എനർജിയാണ്. അപ്പോൾ ബിസിനസ് കാര്യങ്ങളൊക്കെ നടത്തുന്നവർ കുറച്ചധികം നാളായി നിങ്ങളതിനു വേണ്ടി ശ്രമിക്കുന്നു, പക്ഷെ ഒന്നും മുന്നോട്ടേക്ക് പോകുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എന്തിനെങ്കിലും വേണ്ടിയിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ടാവും, ഫണ്ടിങ് കാര്യങ്ങളൊന്നും റെഡി ആയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ കിട്ടാക്കടങ്ങളുണ്ട്, അപ്പോൾ നിങ്ങൾ പൈസ കിട്ടേണ്ടവരാണ്, പൈസ തരേണ്ടവരാരും തന്നെ തന്നിട്ടില്ല. അങ്ങനത്തെയൊക്കെ സാഹചര്യത്തിൽ നിൽക്കുന്നവർക്ക് സാധ്യതകളുണ്ട്, പൈസ കിട്ടാനുള്ള സാധ്യത. പിന്നെ നിങ്ങൾ ആളുകളോടുള്ള നിങ്ങൾ പൈസ, നിങ്ങൾക്ക് അവർ തരേണ്ടുന്ന ബാധ്യതയുള്ള പൈസയാണ്, നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന പൈസ, അത് നിങ്ങൾക്ക് തരുന്നത് ഒരു ഔദാര്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന രീതിയിലുള്ള മാറ്റവും, നിങ്ങൾ എങ്ങനെയാണ് ബിസിനസ് കൺട്രോൾ ചെയ്യേണ്ടതെന്നൊരു ബിസിനസ് കൺട്രോൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട്, അതിന് വേണ്ടിയിട്ട് ഒരാളെ അല്ലെങ്കിൽ അത് മനസ്സിലാക്കി തരാനായിട്ട് നല്ലൊരു ബിസിനസ് അഡ്വൈസർ ആയിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവും. അതായത് നിങ്ങളുടെ സംസാര രീതി, പെരുമാറ്റമൊക്കെ മാറുന്നുണ്ടോ, എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി ജീവിതത്തിൽ ലഭിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങൾ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് മാറുകയാണ്. എങ്ങനെ ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരാളോടൊരു കാര്യം എങ്ങനെ ചോദിക്കണം, ഏത് സിറ്റുവേഷനിൽ, നിങ്ങൾ കടം ചോദിക്കുന്ന അതേ രീതിയിലാണ് കടം കൊടുത്ത ആളിൽ നിന്ന് നിങ്ങളുടെ പൈസ തിരിച്ച് ചോദിക്കുമ്പോൾ
അതേ വൈബ് ആണ് വേണ്ടത്, അതേ വൈബല്ല വേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എന്തായാലും ബിസിനസ്സിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സ്ഥിതിയല്ല ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, കിട്ടാക്കടങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ചില ആളുകൾ റിട്ടയർ ആയിട്ടുള്ളവരായിരിക്കും, നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന പ്രൊവിഡൻറ്റ് ഫണ്ട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചധികം പൈസ കിട്ടേണ്ട കാര്യങ്ങളുണ്ട്, അതൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല, അതൊക്കെ കിട്ടുന്ന സിറ്റുവേഷനും ആവാം സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.